ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ ഒരു പദപ്രയോഗമുണ്ട്, ഹെവൻ ഓൺ എർത്ത്. സ്വർഗം ഭൂമിയിൽ താണിറങ്ങുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹെവൻ ഓൺ എർത്ത് എന്ന് പറയാറുള്ളത്. നമ്മുടെ ജീവിതത്തിലും വലിയ സന്തോഷമുള്ള അവസരങ്ങൾ, സന്തോഷമുള്ള ഇടങ്ങൾ, അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുവാനായിട്ട് നമ്മളും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഹെവൻ ഓൺ എർത്ത്. സ്വർഗം ഭൂമിയിൽ വന്നിറങ്ങിയതുപോലെ ഉണ്ടല്ലോ. ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, സ്വർഗം ഭൂമിയിൽ താണിറങ്ങി വരുന്നു. ചില പ്രത്യേക ഇടങ്ങളിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിലൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സന്തോഷമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, സ്വർഗം ആ ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്നുണ്ടല്ലോ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഹെവൻ ഓൺ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെറുസലേം ദേവാലയമായിരുന്നു. കാരണം അവിടെയാണ് സ്വർഗം ഭൂമിയുമായിട്ട് സമ്മേളിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഇടമായ ജെറുസലേം ദേവാലയത്തെ അവർ ഏറ്റവും പവിത്രമായ സ്ഥലമായിട്ട് പരിഗണിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ സ്വർഗമായിരുന്നു ജെറുസലേം ദേവാലയം. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 43-ാം അധ്യായം 7-ാം തിരുവചനം നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം, അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരം കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല. അപ്പോൾ ദൈവം തൻ്റെ ആലയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ വാസസ്ഥാനം. ഇനി വാസസ്ഥാനം മാത്രമല്ല, ദൈവം പറയുന്നു, എൻ്റെ സിംഹാസനവും എൻ്റെ പാദപീഠവും എൻ്റെ ജനമധ്യത്തിൽ ഞാൻ നിരന്തരം വസിക്കുന്ന എൻ്റെ ഇടവും ഇതുതന്നെയാകയാൽ ഈ ഭവനത്തെ, ജെറുസലേം ദേവാലയത്തെ നിങ്ങൾ പവിത്രമായിട്ട് കാത്തു പരിപാലിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഭവനം, കർത്താവിൻ്റെ ഭവനം സോളമൻ രാജാവ് അതിസൂക്ഷ്മമായിട്ട് പ്രൗഢിയോടും ഗാംഭീര്യത്തോടും കൂടി പടുത്തുയർത്തുന്നത്. നമ്മൾ 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ജെറുസലേം ദേവാലയത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത്രമാത്രം പ്രൗഢിയോടും വലിപ്പത്തിലുമായിരുന്നു ജെറുസലേം ദേവാലയം അവർ പടുത്തുയർത്തിയത്. മാത്രമല്ല, നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളും ദേവദാരുവിൻ്റെ പലകകളും തുലാങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജെറുസലേം ദേവാലയം സോളമൻ രാജാവും സാഹചര്യമൊക്കെ ചേർന്നിട്ട് നിർമ്മിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഭവനത്തിൻ്റെ അഴകും ചാരുതയും അതിൻ്റെ പ്രൗഢിയും കണ്ടിട്ടാണ് 84-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ കോറഹിൻ്റെ പുത്രന്മാർ ആലപിക്കുന്നത്, കർത്താവിൻ്റെ വാസസ്ഥലം എത്രയോ മനോഹരമെന്ന്. ജെറുസലേം ദേവാലയം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വപിതാവിൻ്റെ സ്വന്തം ഭവനമാകുന്നത് കൊണ്ട് തന്നെയാണ്, അത് ദൈവത്തിൻ്റെ പാദപീഠവും സിംഹാസനവും ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പവിത്രമായ ഒരിടം, ഹെവൻ ഓൺ എർത്ത്, സ്വർഗം ഭൂമിയിൽ വന്നിറങ്ങിയ ഇടമായിരുന്നു യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത്. പക്ഷേ കാലക്രമേണ പല കാലഘട്ടങ്ങളിലായി പല വ്യക്തികളിലൂടെ ആ ദേവാലയം മലിനമാക്കപ്പെട്ടു, ആ ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു. ഒടുവിൽ 2 രാജാക്കന്മാർ 25-ാം അധ്യായമായപ്പോഴേക്ക് ആ ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. ബാബിലോൺകാരും അസീറിയക്കാരും ഒക്കെ വന്നിട്ട് ആ ദേവാലയത്തെ ആക്രമിച്ച് കീഴടക്കുകയും അതിനെ മലിനമാക്കുക മാത്രമല്ല, അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ചെറിയ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദേവാലയത്തിൻ്റെ മഹിമ, അതിൻ്റെ പ്രാധാന്യം, അതിനെന്ത് സംഭവിച്ചു, അത് ഏത് വിധത്തിൽ നിർമ്മിക്കപ്പെട്ടു, ഏത് വിധത്തിൽ അതിനെ പരിപാലിക്കേണ്ടിയിരുന്നു, ഏത് വിധത്തിൽ അതിനെ ബഹുമാനിക്കേണ്ടിയിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ദേവാലയം മലിനമാക്കപ്പെട്ടു, മാത്രമല്ല അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി ജെറുസലേം ദേവാലയവുമായിട്ട് സമതുല്യമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് കരുതാവുന്നത് അല്ലെങ്കിൽ പരിഗണിക്കാവുന്നത് എന്താണ്? നമ്മുടെ ആധ്യാത്മിക ക്രൈസ്തവ ജീവിതത്തിൽ ജെറുസലേം ദേവാലയത്തിന് തത്തുല്യമായിട്ടുള്ളത് എന്താണ്? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം, തിരുസഭയാണ് ജെറുസലേം ദേവാലയത്തിന് സമതുല്യമായിട്ടുള്ളത്. ഇനി ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങളായിരിക്കാം ജെറുസലേം ദേവാലയത്തിന് തുല്യമായിട്ടുള്ളത്. ഇനി അതുമല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മുടെ ശരീരം, മർത്യശരീരങ്ങൾ
കർത്താവിൻ്റെ ആലയമാണ്. അപ്പോൾ ഇത് ജെറുസലേം ദേവാലയം പോലെ ദൈവം വിശുദ്ധിയിൽ പടുത്തുയർത്തിയിരിക്കുന്നു. ആ വിശുദ്ധിയിൽ തന്നെ ഇതിനെ കാത്തുപരിപാലിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും തിരുസഭ, കുടുംബം, നമ്മുടെ മനുഷ്യ ശരീരം, ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു ദേവാലയമുണ്ട്. അത് നമ്മുടെ ഇടവക ദേവാലയമാണ്. കാരണം നമ്മുടെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് വെറുമൊരു ഭവനമോ ഒരു കെട്ടിടമോ, നമ്മളൊക്കെ മലയാളത്തിൽ പറയുന്നത് പോലെ കുർബാന കാണാൻ പോകുന്ന സ്ഥലമോ ഒന്നുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക ദേവാലയങ്ങൾ എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര വലിയ ഗൃഹമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടവക ദേവാലയങ്ങൾ അത് കർത്താവിൻ്റെ സിംഹാസനവും കർത്താവിൻ്റെ പാദപീഠവും നമ്മുടെ കർത്താവ് തൻ്റെ ജനമായി നമ്മുടെ മധ്യേ നിരന്തരം വസിക്കുന്ന ആലയവുമാകിയാൽ നമുക്കും നമ്മുടെ ഇടവക ദേവാലയത്തോട് എന്തെന്നില്ലാത്ത സ്നേഹവും ലാളനയും ബഹുമാനവും, ഒരു സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് പോലെയുള്ള ഒരു സ്നേഹം, വാത്സല്യം നമുക്ക് നമ്മുടെ ഇടവക ദേവാലയത്തോട് തോന്നേണ്ടിയിരിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടവക ദേവാലയങ്ങളെ സാത്താൻ ആക്രമിക്കുന്നുണ്ട്. കാരണം സാത്താന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇടവക ദേവാലയത്തിൽ ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി വലിയ ഐക്യബോധത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ കൃപ സമൃദ്ധമായിട്ട് അവരുടെ മേൽ ചൊരിയപ്പെടും. അതുകൊണ്ട് ഇടവക ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് തിന്മയുടെ അദൃശ്യ ശക്തികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുമിച്ച് നിൽക്കേണ്ട ജനം, ഐക്യത്തിൽ നിലകൊള്ളേണ്ട ജനം, പരസ്പരം സ്നേഹിച്ചും കരുതലോടുകൂടിയും വാത്സല്യത്തോടും ഒക്കെ നിലകൊള്ളേണ്ട ജനം ഇന്ന് പരസ്പരം മല്ലടിച്ച്, പരസ്പരം ശത്രുതയോടുകൂടി, പരസ്പരം വ്യക്തിഹത്യ നടത്തി ജീവിക്കുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും, നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങൾ കർത്താവിൻ്റെ പാദപീഠമാണോ? നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങൾ കർത്താവിൻ്റെ സിംഹാസനവും അവിടുന്ന് നിരന്തരം വസിക്കുന്ന ഭവനവും ഇടവുമാണോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ചിലപ്പോൾ വികാരിയച്ചന്മാരുടെ സംസാരിച്ച് അവർ പറയാറുണ്ട്, അച്ഛാ, ഇടവകയിൽ ഭയങ്കര വഴക്കാണ്, വ്യക്തികൾ തമ്മിൽ സംഘർഷം, ചിലപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെന്നില്ലാത്ത സംഘർഷം, ചില ആശയപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ, ഭിന്നത, ഇതൊക്കെ ഇന്ന് ഇടവക ദേവാലയങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ ഞങ്ങൾ വൈദികരുടെ കുറവ് മൂലം, ഞങ്ങൾ വൈദികരുടെ കെടുകാര്യസ്ഥത മൂലമൊക്കെ തന്നെയായിട്ട് ചില സമയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയും ശത്രുതയും ഒക്കെ വളരാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചില ഇടവകാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ഞങ്ങളെയൊക്കെ ഇടവകയിൽ ആർക്കും വേണ്ട, ഞായറാഴ്ച പള്ളിയിൽ പോകും, പക്ഷേ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കുറച്ച് സമർത്ഥരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ ഞങ്ങളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ല, പള്ളിയിൽ പോകും, അച്ഛനെ പോലും കാണാനായിട്ട് സാധിക്കത്തില്ല, ഇടവക പള്ളി ചില വ്യക്തികളുടെ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് പരാതിപ്പെടുന്ന ചില വ്യക്തികളുമുണ്ട്. അപ്പോൾ എന്തെന്നില്ലാത്ത തരത്തിലുള്ള ഭിന്നത, എന്തെന്നില്ലാത്ത തരത്തിലുള്ള ധ്രുവീകരണമൊക്കെയും നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ നിന്ന് നടക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇടവക ദേവാലയങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇടവക ദേവാലയങ്ങളിൽ ഐശ്വര്യവും ഐക്യവും ഇന്ന് പുനഃസ്ഥാപിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അത് കർത്താവിൻ്റെ ഭവനമാണ്, കർത്താവിൻ്റെ സിംഹാസനമാണ്, കർത്താവിൻ്റെ പാദപീഠമാണ് ഓരോ ഇടവക ദേവാലയം എന്ന് പറയുന്നതും. അവിടെ പരസ്പരം ശണ്ട കൂടി, പരസ്പരം മല്ലടിച്ച്, പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിപ്പിച്ച് നമ്മൾ ജീവിക്കേണ്ട ഇടമല്ല. മറിച്ച് കൂദാശകളിലൂടെയും കൂട്ടായ്മയിലൂടെയും ദൈവത്തിൻ്റെ കൃപാവരം സമൃദ്ധമായിട്ട് ചുരിയപ്പെടേണ്ട ഇടമാണ് നമ്മൾ ഓരോരുത്തരുടെയും ഇടവക ദേവാലയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇടവക ദേവാലയം അത് കൃപയുടെ സ്രോതസ്സാണ്. കാരണം ഇത്രയേ ഉള്ളൂ, കൂദാശകൾ അവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നു. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികളിൽ ഒട്ടുമിക്ക ആളുകളും പള്ളിയിൽ പോകുന്നത് കുർബാന കാണാനാണ്. എവിടെ പോവുക? കുർബാന കാണാൻ പോവുക. നല്ല കാര്യം, കുർബാന കണ്ടു തിരിച്ചു വരുന്നു. പിന്നെ പള്ളിയിൽ നടക്കുന്ന ഒരു കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, കുർബാന കാണാനല്ല നമ്മൾ പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ സജീവമായി നമ്മൾ സംബന്ധിക്കുമ്പോഴാണ് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ദൈവത്തെ ദർശിക്കുവാനിട വരുന്നത്. ദൈവത്തെ ദർശിക്കണം. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭവനമാണ്, ദൈവത്തിൻ്റെ പാദപീഠമാകിയാൽ നമ്മുടെ പൊന്നു തമ്പുരാനെ കൺകുളിർക്കെ കാണണമെങ്കിൽ, ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്കും ഇടവക സമൂഹത്തിലേക്കും കൃപ സമൃദ്ധമായിട്ട് ചൊരിയപ്പെടുന്നത്. ഇനി കുർബാനയിൽ പങ്കെടുക്കുന്നു, കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നു, അതുമാത്രം പോരാ, കൂട്ടായ്മയിൽ വളരുവാനും കൂടെ നമ്മൾ പഠിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്.
വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. കണ്ടോ, വചനം പറയുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ്. അവരുടെ മേൽ കൃപ സമൃദ്ധമായിട്ട് ദൈവം ചൊരിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? അപ്പം മുറിക്കുന്ന വേളയിൽ മാത്രമല്ല, അവരൊത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി തങ്ങൾ ഒരു ശരീരവും ഒരു ഹൃദയവും ഒരു ആത്മാവുമാണ് എന്ന ബോധ്യം അവർക്ക് ഉണ്ടായപ്പോഴുമാണ്. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിക്കുകയും ഇന്ന് നമ്മുടെ ഇടവകകളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്നൊരു സത്യം ഇതാണ്. ഇടവക എന്ന് പറയുന്നത് കൂദാശകൾ മാത്രമല്ല. ഇടവക സമം കൂട്ടായ്മ അധികം കൂദാശകൾ. ഇടവകയുടെ നിർവചനം എന്നാണ്. ഇടവക എന്ന് പറയുന്നത് കൂട്ടായ്മയും കൂദാശയും ചേരുന്ന സ്ഥലമാണ്. കാരണം നമ്മൾ വചനത്തിൽ വായിച്ചു, അപ്പസ്തോല പ്രവർത്തനം 4:33 വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിട്ട് നിലകൊണ്ടപ്പോൾ അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ട് ചൊരിയപ്പെട്ടു. കൂദാശകളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ആ കൃപാവരം അതിൻ്റെ സമൃദ്ധിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഐക്യബോധം നമുക്ക് ആവശ്യമാണ്. ഒരേ ആത്മാവും ഒരേ ഹൃദയവുമായിട്ട് നിലകൊള്ളേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഓരോരുത്തരുടെയും ഇടവക ദേവാലയങ്ങളിൽ എന്തെന്നില്ലാത്ത ഭിന്നതകൾ നിലകൊള്ളുന്നു. ചിലർ മാത്രം ഇടവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റു ചിലരെ മാറ്റി നിർത്തുന്നവർ പരാതി പറയും, ഞങ്ങളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല എന്ന് പറയും. ചേർന്ന് പ്രവർത്തിക്കുന്നവരെ പറയും, അവരെ എത്ര വിളിച്ചാലും ഇടവക പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകാൻ അവർ കടന്നു വരുന്നില്ലെന്ന് പറയും. ചിലപ്പോഴൊക്കെ ഇടവകയിലെ വികാരിയച്ചന്മാർ വളരെ വിഷമത്തോടുകൂടി പറയാറുണ്ട്, അച്ഛാ പള്ളിയിൽ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നൊക്കെയുണ്ട്, പക്ഷേ ദേവാലയം ഒന്ന് വൃത്തിയാക്കുവാൻ ആഴ്ചതോറുമുള്ള ഒന്ന് ക്ലീനിങ്ങിന് വേണ്ടി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാനായിട്ട് വലിയ മടിയാണ് അച്ഛാ. ഒരു പൊതുയോഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കടന്നു വരാനായിട്ട് ജനത്തിന് വലിയ മടിയാണ് അച്ഛാ. ഇനി അതുമാത്രമല്ല, ഒരു പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഇടവകയിലെ മറ്റ് സജീവ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഇതിലേക്കൊക്കെ വരുവാനായിട്ടും പോകുവാനായിട്ടും ചില നിശ്ചിത എണ്ണം ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ചില വികാരിയച്ചന്മാരൊക്കെ വ്യസനസമേതം പങ്കുവയ്ക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇടവക ദേവാലയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദപീഠമാകിയാൽ, കർത്താവിൻ്റെ വാസഗേഹമാകിയാൽ അതിനെ ശുദ്ധീകരിക്കുക എന്നതിനർത്ഥം നമ്മൾ സജീവമായിട്ട് അവിടെ പങ്കാളിയാകുക. ഇടവക പ്രവർത്തനങ്ങളിൽ ഭിന്നതയോടും മാത്സര്യബുദ്ധിയോടും കൂടി അല്ല നമ്മൾ പങ്കാളികളാവേണ്ടത്. മറിച്ച് ഈശോനാഥൻ ചെയ്തതുപോലെ നമ്മൾ സ്വയം വിശുദ്ധീകരിച്ച് ഇടവക ദേവാലയങ്ങൾക്ക് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇടവകയിലൂടെ നമ്മുടെ ഭവനങ്ങളിലും കൃപ സമൃദ്ധമായിട്ട് ചൊരിയപ്പെടുന്നത്. എന്തിനാണ് ഇടവക ദേവാലയങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചോദിച്ചേക്കാം, ഈ ഇടവകകളും രൂപതകളും ഒക്കെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സമാധാനം ഉണ്ടായിരുന്നല്ലേ? ചിലർ പറയാറുണ്ട്, പിരിവും അങ്ങനെ കുറേ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇടവക ദേവാലയം നിൻ്റെ അമ്മയാണ്. നിനക്ക് നിൻ്റെ പെറ്റമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ നിനക്ക് സ്നേഹമുണ്ടാകേണ്ട ഒരു ഇടമാണ്, ഒരു ഭവനമാണ് നിൻ്റെ ഇടവക ദേവാലയം എന്ന് പറയുന്നത്. കാരണം നിൻ്റെ നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നിൻ്റെ ഇടവക ദേവാലയത്തിൽ നിന്നുമാണ്. എപ്പോഴാണ് നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്? മരണത്തോടൊപ്പമല്ല. നമ്മുടെയൊക്കെ വിചാരം നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് മരിക്കുമ്പോഴാണ്. നല്ല നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. മാമോദീസായിലൂടെ നിൻ്റെ ഉത്ഭവ പാപത്തെ നീക്കം ചെയ്യപ്പെടുമ്പോൾ, നീ ക്രിസ്തുവിൻ്റെ ഒരു മകനായിട്ട് മാറുമ്പോൾ, സഭയിലെ ഒരു അംഗമായിട്ട് മാറുമ്പോൾ, അപ്പോൾ മുതലാണ് നീ നിത്യജീവനിലേക്കുള്ള നിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഉദ്ധിതനായ യേശുവിനോടുകൂടെ പാപക്കറകളൊന്നുമില്ലാതെ വിശുദ്ധനായിട്ട് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നീ നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയിലാണ്. ഇനി ചിലപ്പോഴൊക്കെ പാപം മൂലം നമ്മൾ കാൽവഴുതി വീഴുമ്പോൾ, ഈ നിത്യജീവനിലേക്കുള്ള യാത്രാമധ്യേ നമ്മൾ ഇടറി വീഴുമ്പോഴും നമുക്ക് ഓടിച്ചെന്ന് പാപം ഏറ്റുപറയുവാൻ സാധിക്കുന്നത് ലോകത്തിൽ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. അതും നിൻ്റെ ഇടവക ദേവാലയം തന്നെയാണ്. അതായത് നിത്യജീവനിലേക്കുള്ള യാത്ര നീ ആരംഭിക്കുന്നതും
നിത്യജീവനിലേക്കുള്ള യാത്രാമധ്യേ നിനക്ക് ആവശ്യമുള്ള ഊർജവും ശക്തിയുമൊക്കെ നൽകി വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ പരിപോഷിപ്പിക്കുന്നതും നിനക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നിന്നെ കരം പിടിച്ചുയർത്തുന്നതും നിന്റെ ഇടവക ദേവാലയവും നിന്റെ വൈദികരുമാണ്, നിന്റെ വികാരിയച്ഛനുമാണ് എന്ന വസ്തു നമ്മൾ ഒരിക്കലും മറക്കരുത്. പലപ്പോഴും നമ്മൾ ഈ കുർബാന കാണാൻ പോകും, ആ പോക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നിത്യജീവനെക്കുറിച്ചുള്ള വ്യക്തത ബോധ്യം നമുക്കില്ലാതെ വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പലവിധ കാരണങ്ങളാൽ ഇടവക പ്രവർത്തനങ്ങളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഓർക്കണം, ജീവന് തന്നെയാണ് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളോടും എപ്പോഴും ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ചില വ്യക്തികളുണ്ട്. ഇടവകയിൽ എന്ത് നന്മ നടന്നാലും അതിനെ വിമർശിക്കുന്ന ചില വ്യക്തികളുണ്ട്. വികാരിയച്ഛന്മാരെയും ഇടവക പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരെയും എപ്പോഴും കല്ലെറിയുന്ന ചില വ്യക്തികളുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഇടവക പ്രവർത്തനങ്ങളോട് നമ്മൾ സജീവമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരുക്കം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിത്യജീവനിലേക്കുള്ള നിൻ്റെ യാത്രയിൽ നീ കാൽ ഇടറി വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് പിശാചാണ്. അപ്പോൾ ഈ പിശാചിൻ്റെ അദൃശ്യ കരങ്ങളാണ് പലപ്പോഴും ഇടവക കേന്ദ്രീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ തകർത്ത് കളയുന്നത്. സ്നേഹമുള്ളവരെ, സാത്താൻ്റെ കുതന്ത്രങ്ങൾക്ക് മുൻപിൽ നമുക്ക് പതറി വീഴാതിരിക്കാം. ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കാം. നമ്മുടെ ദൈവവും നാഥനുമായവൻ്റെ പാദപീഠവും സിംഹാസനവുമായ ഇടവക ദേവാലയങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ടും സജീവമായിട്ടും പങ്കെടുക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെ കൊണ്ടും സാധിക്കുവാനായി ഇടവരണം. ഇനി നിത്യജീവനിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇടവക ദേവാലയം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ പെറ്റമ്മയാണ്. എന്താണ് നമ്മുടെ പെറ്റമ്മയുടെ പ്രത്യേകത, നമ്മുടെയൊക്കെ സ്വന്തം അമ്മമാരുടെ പ്രത്യേകത? നീ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, എത്ര ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും, എത്ര പാപ അന്ധകാരത്തിലാണെങ്കിലും ഒടുവിൽ നിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഇരുകരങ്ങളും നീട്ടി നിന്നെ സ്വീകരിക്കും. നമ്മുടെ ഇടവക പള്ളിയും അതുപോലെ തന്നെയാണ്. നിൻ്റെ ജീർണാവസ്ഥയിൽ, അത് ശാരീരികമായ ജീർണതയായിക്കൊള്ളട്ടെ, ആത്മീയ തലത്തിലുള്ള ജീർണതയായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ജീർണതയായാലും, ഈ ലോകം മുഴുവനും നിന്നെ തള്ളിപ്പറഞ്ഞാലും, നിന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും നിന്നെ നിന്റെ ജീർണാവസ്ഥയിൽ വേണ്ടാത്ത ഒരവസ്ഥയിലാണെങ്കിൽ കൂടിയും നിന്റെ അമ്മയായ നിന്റെ ഇടവക ദേവാലയം നിന്നെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയും നിന്നെ തൻ്റെ മാറോട് ചേർക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ മരണം, ഇന്ന് നമുക്കെല്ലാവർക്കും സാമാന്യ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്, സമ്പത്തുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. ഇതൊക്കെയുള്ളപ്പോൾ ലോകത്തെല്ലാവർക്കും നിന്നെ വേണം. പക്ഷെ സമ്പത്തും പണവും അഴകും ചാരുതയും ഒന്നുമില്ലാത്തപ്പോൾ നീ മരിച്ച ഒരവസ്ഥയിൽ, നീ മരിച്ച് നിന്നെ പെട്ടിയിലാക്കുന്നൊരവസ്ഥയിൽ നിന്നെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. നീ ഏറെ സ്നേഹിച്ച നിൻ്റെ ജീവിത പങ്കാളിക്ക് നിൻ്റെ മൃതശരീരം വേണ്ട. നീ ഏറെ സ്നേഹിക്കുന്ന നിൻ്റെ മക്കൾക്ക് നിൻ്റെ ഡെഡ് ബോഡി, നിൻ്റെ മൃതശരീരം വേണ്ടേ വേണ്ട. നിൻ്റെ പ്രിയപ്പെട്ടവരായ ആർക്കും നിൻ്റെ മൃതശരീരം വേണ്ടേ വേണ്ട. ചുരുക്കത്തിൽ നിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയുന്നത്, നിൻ്റെ ജീർണിക്കുന്ന മൃതശരീരം, സ്നേഹമുള്ളവരെ, അത് ലോകത്തിന് ഒരു ബാധ്യത തന്നെയാണ്, അതൊരു ഭാരം തന്നെയാണ്. ആർക്കും അത് വേണ്ടേ വേണ്ട, ആരും അത് അക്സെപ്റ്റ് ചെയ്യില്ല. നിൻ്റെ ശരീരം അതിനഴകും ആരോഗ്യവും മസിൽ പവറും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നിന്നെ തോളിൽ വെച്ചുകൊണ്ട് നടക്കുവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ നീ മരിച്ച് നിന്നെ ആ പെട്ടിയിലാക്കുന്ന അവസരം മുതൽ നിന്റെ മൃതശരീരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ വസ്തുവാണ്. ജീർണിക്കുന്ന മനുഷ്യ ശരീരമാണ്, അല്ലെങ്കിൽ ജീർണിച്ച മനുഷ്യ ശരീരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത വസ്തു, ആർക്കും വേണ്ടാത്ത വസ്തു. തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ മുറ്റത്തുകൂടി ഓടി നടത്തുന്ന വളർത്തുകോഴിയുടെ മൃതശരീരത്തിന് പോലും നിന്റെ മൃതശരീരത്തെക്കാൾ വിലയുണ്ട് എന്ന് സഹോദര നീ മനസ്സിലാക്കണം. അപ്പോൾ നീ ഒരു മൃതദേഹമായി കഴിയുമ്പോൾ, വെൻ യു ആർ എ ഡെഡ് ബോഡി, നിന്നെ ആരും കരം നീട്ടി സ്വീകരിക്കില്ല. ആരും നിന്നെ സ്വന്തം ഭവനത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കില്ല. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, നിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അവർക്ക് പോലും നിന്റെ മൃതശരീരം ഒരു ഭാരമായിട്ട് മാറുമ്പോൾ, നിന്റെ മൃതശരീരം ഒരു ബാധ്യതയായിട്ട് മാറുമ്പോൾ, മകനെ കാത് തുറന്ന് കേട്ടുകൊള്ളുക. നിന്റെ മൃതശരീരം ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാനും, നിന്റെ മൃതശരീരം ഏറ്റവും പവിത്രമായ രീതിയിൽ അടക്കം ചെയ്യുവാനും,
ലോകത്തിൻ്റെ അവസാനം വരെ, അന്ത്യവിധി നാൾ വരെ അത് നിദ്ര കൊള്ളുവാനും ഇടം തരുന്ന ഒരേയൊരു സ്ഥലമുള്ളൂ. അത് നിന്റെ മാതാവായ ഇടവക ദേവാലയമാണ്. ഒരിക്കലും മറക്കരുതത്. നമ്മൾ പലപ്പോഴും ഇടവക ദേവാലയത്തെ വിമർശിക്കാറുണ്ട്. ഇടവക ദേവാലയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവരെ കല്ലെറിയാറുണ്ട്. എല്ലാവരുമായിട്ട് വിദ്വേഷത്തിലായി വഴക്കും മാത്സര്യ ബുദ്ധിയുമായിട്ട് ഇടവകയുമായിട്ട് എപ്പോഴും അകന്നു നിൽക്കുന്ന മക്കളെ ചെവി തുറന്ന് കേൾക്കുക. നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ മൃതശരീരമായിട്ട് സ്വീകരിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരേ ഒരു ഇടമേ ഉള്ളൂ. നിന്റെ ഭവനത്തിൽ പോലും നിന്റെ വേണ്ടാത്ത അവസ്ഥയിൽ നിന്റെ ഇടവക ദേവാലയം നിന്നെ ഇരുകരം നീട്ടി സ്വീകരിക്കും. ആന്ധ്രാപ്രദേശിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആളെ എടുത്ത് പുറത്തിടുമെന്ന് പറയുന്നത്. ഒരു കട്ടിലൊക്കെ എടുത്ത് ആളെ പുറത്തെടുത്തും മുറ്റത്ത് കിടത്തും. മൃതശരീരത്തിന് പിന്നെ വീടിൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല. നമ്മുടെയൊക്കെ നാട്ടിലും അതൊക്കെ തന്നെയാണ്. ഒരു ദിവസമൊക്കെ ചിലപ്പം ഒരു മോർച്ചറിയിലൊക്കെ പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഉള്ളിൽ വയ്ക്കുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. ആർക്കും നിന്റെ ജീർണിക്കുന്ന ശരീരം വേണ്ട. നിന്റെ ജീർണിക്കുന്ന ശരീരം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് നിന്റെ ഇടവക ദേവാലയം മാത്രമാണ്. ഇനി വെറുതെ സ്വീകരിക്കുക മാത്രമല്ല കേട്ടോ ഇടവക ദേവാലയം ചേരുന്നത്. നീ എത്ര മോശപ്പെട്ട വ്യക്തിയായാലും, നീ കൂദാശകൾ സ്വീകരിക്കാത്ത വ്യക്തിയായാലും, നീ ഇടവക ദേവാലയത്തോട് എപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തിയായാലും, എത്ര മോശപ്പെട്ട വ്യക്തി നീ ആയിക്കൊള്ളട്ടെ, എങ്കിൽ പോലും ഒരു ഇടവകയ്ക്ക് നൽകാവുന്ന സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നിനക്ക് നൽകിക്കൊണ്ടാണ് നിന്റെ മൃതശരീരം ഇടവക ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? ദേവാലയ മണികൾ മുഴക്കി, ഗാനങ്ങൾ ആലപിച്ച്, വലിയ ഭക്തിയോടും വലിയ ബഹുമാനത്തോടും കൂടിയാണ് നിന്റെ മൃതശരീരം ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആ ഇടവക ദേവാലയത്തോട് നീ എത്രമാത്രം കല്ലെറിഞ്ഞിട്ടും നിന്നോട് ക്ഷമിക്കുന്ന ഇടവക ദേവാലയത്തോട് നിനക്ക് എന്തെന്നില്ലാത്ത കടപ്പാടുണ്ടായിരിക്കണം, നിനക്ക് എന്തെന്നില്ലാത്ത തീക്ഷ്ണതയുണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഈശോയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വചനം പറയുന്നു, ആലയത്തോടുള്ള തീക്ഷ്ണത ക്രിസ്തുവിനെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന്. ദേവാലയത്തോടുള്ള തീക്ഷ്ണത ഈശോയെ വിഴുങ്ങിക്കളഞ്ഞു. നമുക്കൊക്കെ തീക്ഷ്ണത നമ്മുടെ ദേവാലയത്തോടാണോ അതോ മറ്റു പലതിനോടുമാണോ? നമ്മുടെയൊക്കെ തീക്ഷ്ണത ഇടവക ദേവാലയത്തോടൊന്നുമല്ല. നമുക്ക് സാമ്പത്തിക ലാഭം നൽകുന്ന കുറേ മേഖലകളും കുറേ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അതിനോടൊക്കെ നമുക്ക് ഭയങ്കര തീക്ഷ്ണതയും വലിയ അടുപ്പവും ഒക്കെയാണ്. വിനോദത്തിൻ്റെതായ ഉപാധികൾ, അതിനോടൊക്കെ നമുക്ക് വലിയ തീക്ഷ്ണതയാണ്. ഇനി പാപ സാഹചര്യം, പാപത്തിൻ്റെതായിട്ടുള്ള ചില മേഖലകൾ, അതിനോടൊക്കെ നമുക്ക് വലിയ താല്പര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഇതിൽ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് റേഷൻ കടയിൽ പോകുന്നത്, സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നത്, പാപം ചെയ്യാനായിട്ട് മദ്യശാലകളിൽ പോകുന്നത്, ഇത്തരം സ്ഥലങ്ങളോടും ഇത്തരം ഇടങ്ങളോടും നമുക്ക് എന്തെന്നില്ലാത്ത തീക്ഷ്ണതയാണ്. കണ്ടോ, നമ്മുടെ തീക്ഷ്ണത വേറൊരു ലെവലിലാണ്, വേറൊരു ദിശയിലാണ് നീങ്ങുന്നത്. പക്ഷേ യേശുവിൻ്റെ തീക്ഷ്ണത, വചനം പറയുന്നു, ദേവാലയത്തോടായിരുന്നു. കാരണം ഈശോയ്ക്കറിയാം സ്വപിതാവിൻ്റെ വാസഗേഹമാണ് ജെറുസലേം ദേവാലയം എന്നുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെയും വാസഗേഹമാണ്, നമ്മുടെ പിതാവിൻ്റെ വാസഗേഹമാണ്. നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണായി കഴിയുമ്പോൾ നമ്മുടെ വാസഗേഹമാണ്. അന്ത്യവിധിനാൾ വരെ നീ കാത്തുകിടക്കേണ്ട മണ്ണാണ് നിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ പറമ്പ് എന്നുള്ളത് നീ ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ നീ ജീർണിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ പോലും നിന്നെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന നിൻ്റെ ഇടവക ദേവാലയത്തോട് നിനക്ക് വെറുപ്പും വിദ്വേഷവും പാടില്ല. ഇനി ഇത് മാത്രമല്ല, നമ്മൾ മരിച്ച് മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. അവിടെ കിടന്ന് നമ്മൾ ആരോടാണ് യാത്ര പറയുന്നത്? സീറോ മലബാർ ക്രമത്തിൽ നമ്മൾ പറയുന്നുണ്ട്, എന്നെ കൂദാശകൾ നൽകി പരിപോഷിപ്പിച്ച എൻ്റെ ഇടവക ദേവാലയമേ, നിന്നോട് ഞാൻ യാത്ര പറയും. നോക്കുക, ഇടവക ദേവാലയത്തോടും അവിടുത്തെ നിൻ്റെ വൈദികരോടും യാത്ര പറഞ്ഞിട്ടാണ് നീ ഈ ഭൂമിയിൽ നിന്നും മറയുന്നത്. സ്നേഹമുള്ളവരെ, ഇടവക ദേവാലയത്തെയും ദേവാലയ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വൈദികരെയും ചേർന്ന് പ്രവർത്തിക്കുന്ന ആത്മാരെയും നിശിതം വിമർശിക്കാതെ ഇടവക ദേവാലയത്തോടുള്ള സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതോടൊപ്പം തന്നെ ശരീരം ജീർണിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ആത്മാവ് ജീർണിക്കുമ്പോൾ, പാപം മൂലം നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, ഈ ലോകത്തിൽ നിനക്ക് കയറി ചെല്ലുവാൻ, സ്വതന്ത്രമായിട്ട് വിഹരിക്കുവാൻ, കയറി ചെല്ലുവാൻ, പാപങ്ങൾ ഏറ്റുപറയുവാൻ, കണ്ണീരണിഞ്ഞ് പാപം ഏറ്റുപറയുവാനായിട്ട് ഈ ലോകത്തിൽ ഒരിടമേ ഉള്ളൂ, അതും നിൻ്റെ ഇടവക ദേവാലയമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അത് നമ്മളെ വിഴുങ്ങിക്കളയണമെന്ന്. ചുരുക്കത്തിൽ, നമ്മുടെ ശരീരം ജീർണിക്കുമ്പോൾ,
നമ്മുടെ ആത്മാവ് ജീർണിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഇടവക പള്ളിയാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കുക. നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്ന ഇടവക ദേവാലയത്തോട് നമുക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും കരുതലും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സിംഹാസനമായ, കർത്താവിൻ്റെ പാദപീഠമായ, കർത്താവിൻ്റെ വാസഗേഹമായ, എൻ്റെയും വാസഗേഹമാകേണ്ട ഇടവക ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം. ഓർക്കുക, ഇടവക ദേവാലയത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് കൂദാശ അധികം കൂട്ടായ്മ എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, ഇടവക പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.